ഹലോ ഹലോ, ഇൻസുലേഷൻ ടൈപ്പല്ലേ? ഇൻസുലേഷൻ ടാപ്പാ? ഇൻഷുറൻസ് ഓഫീസാണ്. അതല്ലേ? അതെ, ഞാൻ അമ്പിളിക്കുട്ടനാ. ഏത് അമ്പിളിക്കുട്ടൻ? എന്റെ അടുത്ത് ഇന്ന് വരാൻ പറഞ്ഞിരുന്നു എന്റെ അപ്പൂപ്പന്റെ ഇൻഷുറൻസിന്റെ പൈസ മേടിക്കാൻ. ആ ഭാസ്കരൻ. ഓ അതെ. ആ ശരി ശരി ശരി, വാ 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 വാ. നമസ്കാരം. നമസ്കാരം. ഗുഡ് മോർണിംഗ് പറയണോ നമസ്കാരം പറയണോ കൺഫ്യൂഷൻ രണ്ടും കൂടെ ലയിച്ചു പോയതാ. ആ ആരാണ്? അമ്പിളിക്കുട്ടൻ. അമ്പിളിക്കുട്ടൻ, വാ വാ, ഇരി ഇരി ഇരി, വാ വാ, ഇവിടെ ഇരി. ഭാസ്കരൻ പിടിച്ച് ഭാസ്കരൻ വയല് ഇവിടെ ഇവിടെ ഇരുന്നടേ. ഞാൻ വന്നിരുന്നപ്പം തന്നെ നോക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടാ, ഇതിനകത്ത് നിങ്ങൾ കംപ്ലീറ്റ് ഇത് പൂരിപ്പിച്ച് തന്നിട്ടില്ല. അയ്യോ ഉണ്ട്. ഒരുമിച്ച് തന്നിട്ട് എല്ലാ കാര്യങ്ങളും എനിക്കിത് വേണം, എങ്കിലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്ന് പൈസ എനിക്ക് പോണം. പെട്ടെന്ന് തരണമെന്ന് പറഞ്ഞത് റേഷൻ കടയിൽ സ്പെഷ്യൽ റേഷൻ എല്ലാം എടുത്ത് അങ്ങ് തരായി. ഇതിനൊക്കെ സമയമുണ്ട്, കാലതാമസം ഉണ്ടാവും. പിന്നല്ലാതെ അത് മാത്രമല്ല, നമുക്ക് പ്രോട്ടോകോള് നോക്കണം. നോക്ക്, ഇവിടെ എവിടെയെങ്കിലും കാണും, ഞാനോട് സഹായിക്കാം. എന്തോ നോക്കാം. 10 മിനിറ്റ് ഇപ്പൊ തപ്പി എടുക്കാം. അത് നിങ്ങൾ പറഞ്ഞത് നിയമവശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത്. ആ നിയമവശങ്ങളുണ്ട്. മാത്രമല്ല ഇവിടുത്തെ ഒരു മെയിൻ സാറുണ്ട്, എന്നെക്കാളും വലിയ സാറാ. ആ സാർ ഒപ്പിട്ടാലേ ഈ ഇൻഷുറൻസ് കിട്ടൂ. വിളി വിളി. സാറ് വർക്കില്ല. അവിടുന്ന് ഇപ്പൊ ബസ് കാണുമല്ലോ. എവിടെന്ന്? എടാ സാറ് വർക്കില്ലാന്ന്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ അപ്പൂപ്പനെ എങ്ങനെയാണ് മരിച്ചത്? അപ്പൂപ്പ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. വെള്ളത്തിൽ മുങ്ങി മരിച്ചു. അതിന്റെ തെളിവ് വല്ലതും ഉണ്ടാ? തെളിവുണ്ട്. ആ തെളിവ് വാ. അപ്പൂപ്പ വെള്ളത്തിൽ മുങ്ങിയപ്പോ മേളിൽ കുമ്മള വന്നായിരുന്നു, അത് ഞാൻ കുപ്പിയിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. തെളിവ് അതാണ് മരിച്ചതിന്റെ തെളിവ്. എടാ FIR റിപ്പോർട്ടൊക്കെ വേണമെന്ന്. അതൊക്കെ ഉണ്ടെങ്കിലേ ശരിയാക്കാൻ പറ്റുള്ളൂ. ഈ അപ്പൂപ്പ എന്തായിരുന്നു ജോലി? കടത്തുകാരനായിരുന്നു. അല്ലല്ല. പിന്നെ കുളിക്കാൻ ഇറങ്ങിയതാ? അല്ലെന്ന്. പിന്നെ അപ്പൂപ്പ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അയ്യോ, സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കൊച്ചുമോനാണ്. അപ്പൊ എല്ലായിടത്തും പങ്കെടുത്തിട്ടുണ്ടോ? ജാഥയില്, സമരത്തിലൊക്കെ? ഉപ്പ് സത്യാഗ്രഹത്തിലൊക്കെ ഉണ്ട്. ഉപ്പ് സത്യാഗ്രഹത്തിൽ നിന്റെ അപ്പൂപ്പ ഉണ്ടാ? ഉപ്പ് സത്യാഗ്രഹത്തിൽ ഞാൻ ഈ ഫോട്ടോ കാണുന്ന ആളാ. എടേ, ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഫോട്ടോ ഭയങ്കര വൈറലാണ്. ഞാൻ ഗാന്ധിജിയൊക്കെ നിൽക്കണ ഞാൻ ഫോട്ടോ കണ്ടിട്ട്, അതിനകത്ത് നിന്റെ അപ്പൂപ്പൻ ഈ ഫോട്ടോയിലുള്ള ആളെ കണ്ടില്ലല്ലോ. അപ്പൂപ്പന് അബദ്ധം പറ്റി. ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അപ്പൂപ്പൻ കുനിഞ്ഞ് ഒരു പിടി ഉപ്പ് വാരി. ടൈമിങ് മാറിപ്പോയി, ഫോട്ടോ എടുത്ത് അപ്പൂപ്പ അതിനകത്തില്ല. അയ്യോ, അതാണല്ലേ കാണാത്തത്. ആ ശരി. പിന്നെ അതിനുശേഷം പുള്ളി പോയിട്ടില്ലേ? പിന്നെ അപ്പൂപ്പ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. അമ്മൂമ്മ സമ്മതിക്കൂല. അമ്മൂമ്മൻ സമ്മതിക്കാത്ത. നിങ്ങൾ എവിടെ പോന്നു? അപ്പൊ പറഞ്ഞു, ഞാൻ ഉപ്പ് സത്യാഗ്രഹത്തിന് പോന്നു. അപ്പൊ അമ്മൂമ്മ പറഞ്ഞു, നിങ്ങൾ ഉപ്പിന്റെ കാര്യം നോക്കി നടന്നു. ഈ വീട്ടിൽ ഉപ്പില്ല, അരിയില്ല, മുളകില്ല, മല്ലിയില്ല, മഞ്ഞളില്ല, ഒന്നുമില്ലെന്ന്. അപ്പൊ അപ്പൂപ്പ ചിന്തിച്ചു, എന്തുകൊണ്ട് ഉപ്പിന് വേണ്ടി മാത്രം സമരം ചെയ്യണം? ഒരു കിറ്റിന് വേണ്ടി എന്തുകൊണ്ട് സമരം ചെയ്തു? അങ്ങനെ അപ്പൂപ്പ റേഷൻ കടയുടെ മുമ്പിൽ പോയത് കിറ്റിന് വേണ്ടി സമരം ചെയ്ത്. അതാണ് പിൽക്കാലത്ത് കിറ്റ് ഇന്ത്യ സമരം എന്ന് പറഞ്ഞ അറിയപ്പെടുന്നത്. സമരസേനാനി മൊത്തം ആയിരുന്നു പുള്ളി. സമരസേനാനിയാണ്. അതുകൊണ്ട് ജോലിക്കൊന്നും പോകില്ലായിരുന്നു. ജോലി പിന്നെ അതിൽ നിന്നൊക്കെ മാറി ഇടയ്ക്ക് പിന്നെ ഈ ഗാനമേള ട്രൂപ്പിലൊക്കെ പാട്ട് പാടാൻ പോവായിരുന്നു. പാട്ട് പാടാൻ പോവാ അപ്പൂപ്പനാ? ഏത് ട്രൂപ്പ്? ഇത് മറ്റേ കണ്ണൂർ കടുമാങ്ങ ഓർക്കസ്ട്ര. കണ്ണൂർ കടുമാങ്ങ. പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പരിപാടി ഉണ്ടായിരുന്നു. ഒരു അമ്പലത്തിൽ പാട്ട് പാടിക്കൊണ്ട് നിന്നപ്പോ കമ്മിറ്റിക്കാരെല്ലാം അവിടെ ഇരച്ചു പറിച്ച് സ്റ്റേജിലോട്ട് ഇനി കയറി. അപ്പൂപ്പൻ ഭയങ്കര അഭിമാനിയല്ലേ? സ്വന്തം ദേഹം കമ്മിറ്റിക്കാർക്ക് വിട്ടുകൊടുക്കാതെ ആ മാന്യദേഹം അമ്പലക്കുളത്തിലോട്ട് എടുത്ത് ചാടി. അപ്പൊ ഈ കണ്ണൂർ കടുമാങ്ങ അത് കമ്മിറ്റിക്കാർ അപ്പോഴേ അച്ചാറിട്ട് ഭരണി കയറ്റി. കഷ്ടം. അതെ, പിന്നെ നിങ്ങളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആ ഡീറ്റെയിൽസ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ അമ്മുമ്മയുണ്ട്. അമ്മുമ്മ അമ്മുമ്മ എന്ത് ചെയ്യുന്നു? അമ്മുമ്മ പണ്ട് ഭയങ്കര കലാകാരിയായിരുന്നു. അമ്മുമ്മ പാട്ട് പാടും? പാട്ട് പാടുന്നല്ല, അമ്മുമ്മ ഈ നമ്മൾ അവിടുത്തെ പള്ളിയിലൊക്കെ ക്രിസ്മസ് ഇല്ലേ, അവിടെ ഈ മാലാകമാരെയൊക്കെ ഉണ്ടല്ലോ ക്രിസ്മസിന്, അതിന് അമ്മുമ്മ പോയി വേഷം കെട്ടിരിക്കും. പണ്ട് ഭയങ്കര സുന്ദരിയായിരുന്നു. ഇപ്പൊ അങ്ങ് പോയി, അസ്ഥിയായി, കൊരട് കൊട്ടി. എന്നാലും ഇപ്പോഴും പോവും. മാലാക വേഷം കെട്ടാനാ? അവരൊക്കെ കെട്ടുമ്പോ മാലാക, അമ്മുമ്മ കെട്ടുമ്പോ ഈയല്. അങ്ങനെ കളിയാക്കിയൊന്നും ചെയ്യലാട്ടോ. പിന്നെ നിങ്ങളുടെ കുടുംബത്തില് ഇത് സ്വാഭാവിക മരണമാണെങ്കിലും നമുക്ക് ഇൻഷുറൻസ് കിട്ടൂ. അപ്പൂപ്പന്റെ മുഴുവൻ പേരെന്തരാണ്? അപ്പൂപ്പന്റെ മുഴുവൻ പേര് സർവശ്രീ ഭാസ്കര പിള്ള സന്താനം. കുറച്ചൊന്ന് കുറയ്ക്കാൻ പറ്റുമോ? അങ്ങനെ പറ. ഈ പാക്കര് പുള്ളിക്ക് അസുഖമൊന്നും ഇല്ലായിരുന്നല്ലോ? അസുഖമൊന്നുമില്ല. അതിന്റെ റിപ്പോർട്ടുകളെല്ലാം വേണം. പിന്നെ കുടുംബത്തിൽ ആരെങ്കിലും അസുഖമൊന്നും വല്ലോ മരിച്ചിട്ടുണ്ടോ? ഇല്ലില്ല. മാമൻ ഒരാള് സർവീസ് ഇരുന്നപ്പോ മരിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് സർവീസിലാ? അല്ലല്ല. പിന്നെ വീട്ടിൽ കൂടെ മുമ്പിൽ കൂടെ പോകുന്ന സർവീസ് കാറിൽ കയറി പിടിച്ചു കൊടുത്ത് അവിടെ ഇത് കരിഞ്ഞു. അയ്യോ, അപ്പൊ അടക്കമൊക്കെ അടക്കേണ്ടി വന്നില്ല. അതിന്റെ ഇപ്പുറത്തൊരു വവ്വാല് തൂങ്ങിക്കിടന്നു, അതെന്റെ അച്ഛനെന്നും പറഞ്ഞ് എടുത്തോണ്ട് പോകുന്നു. അടക്കിയാ കൊണ്ട് കളഞ്ഞാലും നമുക്കറിഞ്ഞൂല. കഷ്ടം കെട്ടണം നിങ്ങളെ വീട്ടിൽ. അപ്പൊ നിങ്ങളെ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? വേറെ പിന്നെ ചേട്ടനുണ്ട്.
ആ അങ്ങനെ ചേട്ടനുണ്ടെങ്കിലേ ഇതിനകത്ത് നോമിനി വെച്ചിട്ടില്ല. വയ്ക്കൂല. എന്ത് വെക്കാത്ത? ഈ അപ്പൂപ്പന് ഒരു മൂത്ത മോളുണ്ടായിരുന്നു, ആ മിനി. ആ അതൊരു ആട്ടോക്കാരനോട് ഒളിച്ചോടി പോയി. അതുകൊണ്ട് അപ്പൊ അപ്പൂപ്പ ഒരു തീരുമാനം എടുത്തു, എന്ത്? ഈ കുടുംബത്തിൽ ഇനി മിനി വേണ്ട, നോ മിനി. അതാണ്. എടാ അതല്ലടാ, അവകാശി വെക്കണോന്ന്. ചേട്ടനുണ്ടല്ലോ നിനക്ക്. ഉണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചെറുമക്കളല്ലേ? അതെ, അതെ. അപ്പൊ ചേട്ടന്റെ NOC വേണം. ഒരു കാര്യം ഉറങ്ങി കിടക്കുമ്പോ വെട്ടിക്കൊണ്ട് തരാം. എന്തോന്ന് വെട്ടിക്കൊണ്ടുവരാന്ന്? മൂക്ക്. മൂക്കാ? എടാ അത് NOSC, ഇത് NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. അപ്പം ഇങ്ങനെ നിനക്ക് അത്ര തുക കിട്ടുള്ളൂ. എടാ ഇതിന് കാലതാമസമൊക്കെ ഉണ്ട്, തന്നെ അങ്ങനെ കിട്ടുള്ളൂ, ഉടനെ ഒന്നും കിട്ടത്തില്ല. പിന്നെ വീട്ടിൽ വേറെ ആരും കൂടെ? നീ കല്യാണം കഴിഞ്ഞാണ്? കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചില്ല? എന്ത് കല്യാണം കഴിക്കാത്ത? ഒരുപാട് സ്ഥലത്ത് പോയി പെണ്ണ് കണ്ട്. ഈ ഇടയ്ക്ക് ഒരു വില്ലേജ് ഓഫീസറിന്റെ വീട്ടിൽ പോയി പെണ്ണ് കണ്ട്. എന്നിട്ട് അയാൾ ഇന്ന് വാ, പോയിട്ട് നാളെ വാ, മറ്റന്നാൾ വാ എന്ന് പറഞ്ഞു ഇതുവരെ പെണ്ണിനെ കാണിച്ചത്. അങ്ങനെ ചെയ്യൂ. പിന്നെ പെണ്ണ് കാണാൻ പോയില്ലേ? പിന്നെ പോയി വേറൊരു വീട്ടിൽ പോയി. എവിടെയാ? വീട്ടിന്റെ അടുത്ത് തന്നെ. സത്യം പറയല്ലോ, ഭയങ്കര രസമുള്ള വീട്, നല്ല അന്തരീക്ഷം. അവരുടെ വീടിന്റെ മുമ്പിൽ തന്നെ ഒരു ഞാറക്കയുടെ മരമുണ്ട്. എനിക്ക് ഞാറക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്. ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? ഞാൻ ഗേറ്റ് തുറങ്ങോട്ടോ അങ്ങോട്ട് കയറിയതും അവൾ അച്ഛ തിണ്ണയിരുന്ന് പേപ്പർ വായിച്ചോണ്ടിരിക്കുന്നു. ഓ ശരി ശരി. ഒരു കാവറക്കി. അവളച്ഛനാ? അല്ല, ഞാൻ കാവറക്കി. നീയാ കാവറക്കി? അതല്ലെന്ന്, ഞാറക്കയുടെ കാ അവിടെ കിടന്ന് അത് ഞാൻ പറക്കി. ഓ അങ്ങനെ. അങ്ങനെ വീട്ടിൽ ചെന്ന് കയറി. ഞാൻ പറഞ്ഞു ഞാൻ അമ്പലിക്കുട്ടനാണ്, നിങ്ങളെ മോളെ പെണ്ണ് കാണാൻ വന്നേന്ന് പറഞ്ഞു. ശരി. അപ്പൊ പറഞ്ഞു ജ്യൂസ് കൊടുക്കാൻ പറഞ്ഞു. നീ ജ്യൂസും കൊണ്ട് പോണോ? പെണ്ണ് എനിക്ക് ജ്യൂസ് തരാൻ പറഞ്ഞു. ആ പെണ്ണിന്റെ അടുത്ത് അകത്ത് വിളിച്ചു പറഞ്ഞു. ജ്യൂസ് ഒരു കവള അങ്ങോട്ട് കുടിച്ചതും അപ്പോഴേ കക്കൂസി പോയി. ആ പെണ്ണാ? പെണ്ണല്ല, ഞാൻ പോയെന്ന്. ഓ നീ എന്തിനാ കക്കൂസി പോയത്? പിന്നെ വയറിന് സുഖമില്ലാതെ വന്ന കക്കൂസി കയറാതെ പിന്നെ ദൈനംദിന്റെ കൂലിക്ക് ടിക്കറ്റ് എടുത്ത് കയറാൻ പറ്റും. എന്നിട്ട് കക്കൂസി ഇരുന്നപ്പോ സത്യം പറയാല്ല, ഒറ്റ നോട്ടത്തെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലെന്ന് പെണ്ണിന്. പിന്നെ ഞാൻ ആലോചിച്ചു 2 ദിവസം ഇവിടെ തങ്ങിയിട്ട് പോയാലോ? അല്ലെന്ന് അവരുടെ വീട്ടില്. പിന്നെ ഒന്നാലോചിച്ച രണ്ടും കൂടെ ഒരുമിച്ച് നടക്കൂലല്ലോ. ആര് പറഞ്ഞു? നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ 1, 2 ഒരുമിച്ച് വെച്ചിട്ടില്ലേ? നിങ്ങൾ ആദ്യം കക്കൂസീറ്റ് ഇറങ്ങി. നീ ആദ്യം കക്കൂസീറ്റ് ഇറങ്ങണേ. ഇറങ്ങിയിട്ട് അപ്പൊ പെണ്ണ് പറയാണ് 8 മണിക്കൂർ കക്കൂസിരിക്കുന്ന ഒരു ഭർത്താവിനെ അവക്ക് വേണ്ടെന്ന്. 8 മണിക്കൂർ കക്കൂസി? അതെന്താ? ഞാൻ മറ്റേ പാമ്പ് ആപ്പിൾ തിന്നുന്ന ഗെയിമും കളിച്ചോണ്ട് ഉറങ്ങിപ്പോയി. ഈ പാമ്പിന് ആപ്പിളും കൊടുത്തോണ്ട് നടാ, അതേ വഴിയുള്ളു. പിന്നെ ഇതിനകത്ത് 2 ലക്ഷം രൂപയേ ഉള്ളൂ. ഒരു 6 മാസം കഴിഞ്ഞേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ വരണമായിരുന്നടേ. നേരത്തെ വരാനായിട്ട് ഞാൻ 1 മാസം സുഖമില്ലാതെ ആശുപത്രി കിടക്കായിരുന്നു. എന്തിനു പറ്റി? പിന്നെ നമ്മൾ അവിടുത്തെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. എഴുന്നാളത്തിന് 4 ആനയെ കൊണ്ടുവന്നു. അതിനകത്ത് ഒരു ആന ഇടഞ്ഞ്. എന്നിട്ട് പിന്നെ അപ്പൂപ്പ എനിക്ക് ചൂണ്ടുമർമ്മൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ആന കൊണ്ട് ചാടി ആനയുടെ ചൂണ്ടുമർമ്മം കാണിച്ചതും ആന അനുസരണയോടെ അനങ്ങാതെ അവിടെ ഒറ്റ അത്രയും ജനങ്ങളെ രക്ഷിച്ച്. അപ്പൊ ആളുകൾ പറയാണ്, എടാ അമ്പലിക്കുട്ടാ ഓടിക്കോടാന്ന്. അതെന്തിന്? സംഭവം ഈ ചൂണ്ടി ആന എല്ലാരും നടഞ്ഞ എന്റെ പറവെന്ന്. എന്നിട്ട് പൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്കുന്ന ആന എന്നെ ചവിട്ടി പിരിച്ച് ഒരു തോർത്തെടുത്ത് മൂടി വെച്ച്. ഒന്ന് സെറ്റ് ആവാൻ പിന്നെ 1 മാസം എടുത്ത്. എന്തിന്? ഇതുപോലെ ഒന്ന് സെറ്റ് ആവാൻ. അതാണ് വരാൻ താമസിച്ചല്ലേ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം മക്കളെ, എന്തായാലും ലേറ്റ് ആവും. ഒരു 6 മാസം കഴിഞ്ഞേ കിട്ടുള്ളൂ. അതും വെറും 2 ലക്ഷം രൂപയേ ഉള്ളൂ. അത് പറ്റത്തില്ല. പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല നിങ്ങൾക്ക് എന്താണ് ഇത്ര അത്യാവശ്യം? എന്താണ് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു സിനിമ എടുക്കണം. 2 ലക്ഷം രൂപയ്ക്കാ? അതേത് സിനിമ? എന്റെ അപ്പൂപ്പന്റെ മരണത്തിലെ ദുരൂഹത. മരണത്തിലെ ദുരൂഹത? എന്തോ ദുരൂഹത? സത്യം പറയല്ലേ സാർ, എന്റെ അപ്പൂപ്പൻ മരിച്ചതല്ല. എന്റെ അപ്പൂപ്പനെ കൊന്നതാണ് സാറേ. കൊന്നതാണോ? വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടപ്പോ ജീവൻ ഉണ്ടായിരുന്നു, കൊന്നതാ. കൊലപാതകം. 1 മിനിറ്റ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തരണം. ഇഷ്ടം പോലെ പൈസ കിട്ടും. 2 ലക്ഷം അല്ല, ഞാൻ കൂടുതൽ വാങ്ങിച്ചു തരാം. അവിടെ ഇരുന്നോ സാറേ. ഞാനാണേ സാറേ. പിന്നെ ആ ഭാസ്കറിന്റെ ഇൻഷുറൻസ് കൊടുക്കണ്ട. അതിൽ ചെറിയൊരു പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട്. സംഭവം എന്റെ ബുദ്ധി വെച്ചൊരു കാര്യം കണ്ടുപിടിച്ച്. അത് അപകട മരണം അല്ല, സ്വാഭാവികമല്ല, കൊലപാതകമാണ്. സാറിപ്പോ എന്റെ പ്രൊമോഷന്റെ കാര്യം സാറിന്റെ കാര്യം ചെയ്യും. സാർ നേരെ ഹെഡ് ഓഫീസിൽ അറിയിച്ചോ. എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ. ഓക്കെ സാറേ, പ്രൊമോഷന്റെ കാര്യം. അപ്പൊ അമ്പളിക്കുട്ടാ, ശരി ശരി. എങ്ങനെയാണ് കൊലപാതകത്തിനുള്ള ഡീറ്റെയിൽസ് പറ. ഞാൻ പറഞ്ഞുതരാം. ശരി. ഈ കുളത്തിൽ നിന്ന് അപ്പൂപ്പനെ എടുത്തപ്പോ അപ്പൂപ്പന് ജീവൻ ഉണ്ടായിരുന്നു. ശരി. പക്ഷെ ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ടുവന്നപ്പോ അപ്പൂപ്പന്റെ മൂക്കിൽ 2 പഞ്ഞി ഉണ്ടായിരുന്നു സാറേ. അതുകൊണ്ട് ആരാ എന്റെ അപ്പൂപ്പന്റെ മൂക്കിൽ പഞ്ഞി കുത്തിക്കയറ്റി ശ്വാസം മുട്ടിച്ച് കൊന്നതാ സാറേ. പ്രമോഷൻ കിട്ടാൻ നിന്ന എന്റെ ജോലിയോടെ നീ കളയിപ്പിച്ചല്ലടാ. അയ്യടാ അമ്പിളിക്കുട്ടാ, ഞാനിനി എന്ത് ചെയ്യോടാ? ഞാനിനി എന്ത് ചെയ്യോടാ? ഞാനിനി എന്ത് ചെയ്യും? ആര്? സാറ്. ഓ മേലെ പ്രമോഷൻ. അയ്യോ. കോമഡി